നന്ദി, സ്നേഹം, ചതി, പരാജയം ഇവയിൽ ഒന്നുപോലും മറക്കരുത്. എല്ലാം ഒരിക്കൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനേ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. താഴ്ന്നു കൊടുത്താലും അടുത്തു പോയാലും തള്ളിപ്പറയുന്നവരുടെ അടുത്തേക്ക് ഒരിക്കലും പോകാതിരിക്കുക. അവർക്ക് നമ്മളെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഒരാൾ പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നിശബ്ദനാകും. ഇനി അയാൾക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ ഉണ്ടാവുകയില്ല. പാതി ജീവൻ നഷ്ടമായ ഒരു അവസ്ഥയിലായിരിക്കും അയാൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും അത് വഴിവെക്കില്ല. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത്. നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ കിട്ടിയിട്ടില്ല. നമുക്കൊരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ്. നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല ഇത്രയ്ക്ക് ദുഃഖിക്കാൻ. നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇത്ര കണ്ട് സന്തോഷിക്കാൻ. എപ്പോഴാണ് എല്ലാം ഇല്ലാതാകുന്നത് എന്നും ആർക്കും അറിയില്ല. ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ. കാലത്തിൻ്റെ യാത്രയിൽ മുറിവ് ഉണങ്ങിയേക്കാം, പക്ഷേ പാടുകൾ അവശേഷിക്കും. അവ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നും ഒന്നിൻ്റെ പേരിലും വഞ്ചിക്കില്ല എന്നുമുള്ള വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തളർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. ഇന്ന് നിന്നെ അവഗണിച്ചവർ, ഇന്ന് നിന്നെ പരിഹസിച്ചവർ, ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. അപ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കണം. കാരണം അത് നിന്റെ വിജയമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് തനിക്ക് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ്. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത്, എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ തൃപ്തി അളക്കുന്നത്.